സോ ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി 3യുടെ അടുത്തൊരു പാർട്ടായിട്ട്. ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് ബോത്തായിട്ടാട്ടാ. ഗ്രാനി ഗ്രാൻഡ് പേയും കണ്ടിട്ട് ഭയങ്കര പാടായിരിക്കും. ഗ്രാൻഡ് പേയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ചപ്പോൾ ഇത്തിരി പാടായിരുന്നു. പിന്നെ ഇതിനകത്ത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നൈറ്റ് മെയർ മോഡ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഗൈസ്, വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കേസ് നമ്മുടെ ഡേ ഇപ്പോൾ ഒന്ന് തന്നെയാവും. ഞാൻ പറ്റണ രീതിയിൽ എസ്കേപ്പ് ആവാം. നമുക്ക് കിട്ടണ സാധനങ്ങൾ വെച്ച് നമുക്ക് എസ്കേപ്പ് ആവാം. ഒന്നല്ലെങ്കിൽ ട്രെയിൻ എസ്കേപ്പ്, അല്ലെങ്കിൽ ഗേറ്റ് എസ്കേപ്പ്. എനിക്കതിന് പറയാനൊന്നും പറ്റൂല. ഓക്കെ, ഡേ 1 വേണ്ടിട്ടാ. ഓക്കെ, നമ്മുടെ ലോക്ക് പിക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഉദാഹരണം കുഴപ്പമില്ല. ഇത് വേഗം തുറന്നു കിട്ടുകയായിരുന്നെങ്കിൽ. പിന്നെ ഗ്രാനി 4 ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കളിക്കണം. ഇതിനകത്ത് പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ, പുതിയ ആൾക്കാരൊക്കെ. അപ്പം നമുക്കിനി ഇതും കൂടി തുറക്കണം. ഓ, ഗ്രാനിയും ഗ്രാൻഡ് പേയും വരാണ്ടിരുന്നു മതിയായിരുന്നു. ഞാൻ പതിയെ തുറന്നിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ആരുമില്ല. ആരോ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വഞ്ഞുണ്ട് ആരോ വഞ്ഞുണ്ട്. പിടിച്ച് ഓ ഗ്രാൻഡ് പാ കണ്ട പെട്ടോന്നാ. ഷെടേ, കണ്ടില്ല. ഓ, രക്ഷപ്പെട്ടു. ഇപ്പം കിട്ടിയാനും ഒരു വെടി ഞാൻ ഡോഡ്ജ് ചെയ്തു തോന്നുന്നു. ഗ്രാൻഡ് പാ പോയുണ്ട്. ഗ്രാൻഡ് പാ ഇത്രയും പെട്ടെന്ന് അപ്രതീക്ഷയായ. ഗ്രാനി ഉണ്ടാവും ഇവിടെ. പ്ലീസ് വന്ന് പിടിക്കരുത്. എനിക്ക് അത്രയും പറയാനുള്ളൂ. സമയത്ത് ആരും വരാണ്ടിരുന്നു മതിയായിരുന്നു. ഓക്കെ, ഇത് വേഗം തുറക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ ഉള്ളത് നോക്കാം. അവിടെ ടെഡി ബിയർ ഉണ്ട് കേട്ടോ. ഇത് വേഗം എടുക്കണം. അല്ല, ഇത് ഓൺ ചെയ്യാദ്യം. അല്ലേ, വേണ്ട. ഓടിക്കോ എൻ്റെ പൊന്നെ. അതെടുത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഗ്രാൻഡ് പേക്ക് നമ്മുടെ പുറകെ വരും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് അടിക്കണ ശബ്ദം കേട്ടോ. അതാണ് അതെടുത്തുള്ള പ്രശ്നം. ഗ്രാനിനെ കണ്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് എന്താ കിട്ടണേ നോക്കാം. ഫസ്റ്റത്തെ ഐറ്റം എന്തായാലും ഇട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തിയുടെ സെൻറ്റിമെൻറ്റ്സ്. ഓ, ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാടിയാ. വേണ്ട. സാധനം എന്താ ഉള്ള കയ്യിൽ. പക്ഷേ പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതെങ്കിൽ അത് ഉള്ളത് വെച്ചതാ. എനിക്ക് വേണ്ടത് വെപ്പൺ കീയാ. അതൊക്കെ പിന്നെ എടുക്കാം. ആദ്യം അതന്നെ എടുക്കണതായിക്കൂടെ നല്ലത്. എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് അടിയിലേക്കോ ഐഡിയ വെച്ച് എടുക്കുകയാണെങ്കിൽ സെറ്റായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, എല്ലാം ഓർക്കണം നമ്മൾ എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത്. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. ഓക്കെ, ആരും വന്നുള്ള ആട്ടുകാരിയായിട്ടും നമുക്ക് ഇവിടെ തപ്പണം. ഇവിടെ തപ്പണമെങ്കിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ എല്ലാ കളി കളിച്ചപ്പോഴും ഇവിടെ നിന്നാണ് എനിക്ക് വെപ്പൺ കിട്ടിയേക്കണേ. അത് കാരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഇല്ല. ആരോ വന്ന പോലെ. ഇല്ല
കേട്ടാ നമുക്ക് അതും കൊണ്ട് ഗ്രാൻഡ് പേയുടെ റൂമിൽ കൊണ്ടുപോകണം. അവിടെ ആരും ഉണ്ടേ. ആ ടൂൺ മാറുമ്പോൾ തന്നെ മനസ്സിലായി. പിടിക്കല്ലേ പിടിക്കല്ലേ പിടിച്ചടാ. ഇപ്പൊ തന്നെ മനസ്സിലായതായിരുന്നു. ഓ എന്നിട്ട് 2 പണി കിട്ടി, ശരിക്കും പണി കിട്ടി. നമുക്ക് 3 ദിവസമുള്ളൂ കേട്ടാ, അതാണ് പ്രശ്നം. ഇതും വല്ലാത്ത ചതിയായി പോയി. നമ്മുടെ കയ്യിലുണ്ടല്ലോ ലോക്ക് പിക്ക്. ഞാൻ അടിയിലേക്ക് പോവാ. എന്നാലും ഇത്രയും പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വെപ്പൺ കീ പോയി എടുക്കണം കേട്ടാ. ഓടിപ്പോയി വെപ്പൺ കീ എടുക്കണം. ശബ്ദം മാറുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഗ്രാനോ ഗ്രാൻഡ് പോ ഇവിടെ ഉണ്ടെന്ന്. ഓടിക്കോ. ഇതിൽ കൂടെ ഇനി ഗ്രാൻഡ് പാരില്ല. ഞാൻ പരമാവധി ഡോഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് അവിടെ എത്തുമ്പോൾ സ്പീഡ് കുറയുണ്ടോ. ഡോഡ്ജ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. ഡോഡ്ജ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയണതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഒരു ബുള്ളറ്റ് ഡോഡ്ജ് ചെയ്ത് പോയിട്ടാ, അത് വേറെ കാര്യം. ആരോ വന്നിട്ടുണ്ട്. ടൂൺ മാറുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഈ കാറിൻ്റെ പുറകയിലെന്തുള്ളേ നോക്കാം. ഓ ഇവിടെ ഒന്നുമില്ലടേ. എനിക്ക് അത്യാവശ്യം ഇത്തിരി പേടിയാവുന്നുണ്ട്. ഗ്രാൻഡ് പേനെ വേഗം തട്ടിയാലാ കളിയെല്ലാം സിമ്പിളാവുള്ളൂ. ഓ ഗ്രാൻഡ് പേന കണ്ടുകൂട്ടാ, ഇതേ പോണു. ഓടി വെപ്പൺ കീ എടുത്തോ. പിന്നെ ഗ്രാനീനെ കണ്ടില്ല ഇതുവരെ കിട്ടും. എന്താണാവും, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. വെപ്പൺ കീ കിട്ടി, ഇനി പൊളിക്കാം. ഇവിടെ പാഡ്ലോക്ക് ഉണ്ട്. ഗ്രാൻഡ് പെങ്ങാട് വന്ന സമയം പിടിച്ച് പോടാ. കിട്ടി, കണ്ണ് കിട്ടി. ഗ്രാനി മഞ്ഞുണ്ട് കേട്ടോ, അതിനെയും കൂടി തീർത്തേക്കാം. 2 പേരും കൂടി ഒരുമിച്ച് വന്നാൽ നല്ലത്. എന്ത് നല്ലത്. ഇത് നമുക്ക് അടിയിലൊന്ന് വെടി വെച്ച് നോക്കണം. ഞാൻ അവിടെ എന്തുള്ളതെന്നും കൂടി നോക്കണം. 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തതാ. ഇത്തിരി സാധനങ്ങൾ ഞാൻ ഗേറ്റ് എസ്കേപ്പാണ് നോക്കണേ. ഇനിയിപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റേത് എന്താ ട്രെയിൻ എസ്കേപ്പ് ഞാൻ നടത്തും. ഫ്യൂസ് ക്രോബാർ മതി. ക്രോബാർ എടുത്ത് അവിടെ നോക്കണം. എന്നിട്ട് നമുക്ക് ഗ്രാൻഡ് പേടയിൽ ഇനി കണ്ണ് കിട്ടാൻ പാടില്ല. ജനറേറ്റർ കേബിളുടെ എല്ലാം ആയുണ്ട്. ഇപ്പം എല്ലാം ആയുണ്ട്. നമുക്കിപ്പോൾ ഫ്യൂസ് എടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കാം. വേഗം പോയി വെക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ ഷെഡിക്ക് കാക്കയുടെ അടുത്തുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് ഇതായുണ്ട് കേട്ടാ. ഗ്രാനിയും ഗ്രാൻഡ് പേയും സ്പോൺ ആവണേക്കാളും മുൻപ് പോകണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. കണ്ട് ഗ്രാനിയും ഗ്രാൻഡ് പേ സ്പോൺ ആവണത് ഇവിടെയാന്ന് തോന്നുന്നു, കിച്ചണിലാ. കാരണം നമുക്ക് ഇത്തിരി സ്പീഡാക്കാം. പിന്നെ വേഗം അടിയിലേക്ക് പോകണം. ഓക്കെ, ഇതിട്ടുണ്ട് കേട്ടാ. ഇനി വേഗം പോവേം. ഗ്രാനിയും ഗ്രാൻഡ് പേ സ്പോൺ ആണെങ്കിൽ മുൻപ് ഗണ്ണെടുക്കണം. ഗണ്ണിനകത്തുണ്ട്, ഒരെണ്ണമുണ്ട്, അത് മതി. ഗണ്ണ് ഡീസ്പോൺ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അവർ സ്പോണായുണ്ട്. ഗണ്ണ് ഡീസ്പോൺ ആയ ഇല്ല രക്ഷപ്പെട്ടു. ഇനി ഒറ്റയൊക്കെ എത്തിങ്ങളും കൊടുക്കാം. ഗ്രാൻഡ് പേ ഗ്രാനി ആരെങ്കിലും മറ്റേ വീഡിയോ വെച്ചിരുന്നതിന്. ഇപ്പം കണ്ണ് കിട്ടിയതുകൊണ്ട് നമുക്ക് സിമ്പിളായേ, അല്ലെങ്കിൽ ഇത്തിരി പണിയായിരുന്നു. ആരൊക്കെയോ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാറിനകത്ത് ഉണ്ടാണ്ട് കൂട്ടാ. ഓക്കെ, അതും കൂടി എടുക്കാം. ഇനിയിപ്പോൾ ആരും വന്നാലും പേടിക്കണ്ട, അത് വേറെ കാര്യം.
ഓക്കെ, ഞാൻ പിന്നെ കല്ല് കളക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഇത്തിരി ഇനി എങ്ങാനും ഗ്രാൻഡ് പേടയിൽ കണ്ണ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കല്ല് കളക്കണം. അതാകുമ്പോൾ ഇത്തിരി സിമ്പിളായിരിക്കും. ഇത്തിരി നമ്മൾ ഐക്യ വെച്ച് കളിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഒരു കല്ലില്ലേ? ഇല്ല അല്ലേ? നമുക്ക് ഗ്രാൻഡ് പേനയും അന്വേഷിക്കണം. അതുങ്ങളെ വീട് വെച്ചിട്ടിട്ടാണ് ഇനി ബാക്കി കളി. ഇനി ആ ജനറേറ്റർ കേബിൾ കൊണ്ട് വെക്കണം. അല്ല, വെക്കണമല്ല. ഓ, ഇനി വേറൊരു പണിയും കൂടി ഉണ്ട്. ഞാനിപ്പോഴാണ് ആലോചിച്ചേ. നമുക്ക് ഷെഡിക്ക് എടുക്കണ്ടേ? ബൈ ഗ്രാൻഡ്പാ. ഗ്രാനിയും കൂടി വരാണെങ്കിൽ സന്തോഷം. ഗ്രാനി വേറെ അറിയും. ഗ്രാനി ഇപ്പോൾ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഗ്രാൻഡ്പാ ICUലേ, അത് വേറെ കാര്യം. ഗ്രാൻഡ്പാ ICU അതൊക്കെ പറഞ്ഞ് ഗ്രാൻഡ്പയും വരും, ഗ്രാനിയും വരും. ദാണ്ടേ വന്ന്. ബൈ ഗ്രാനി. ഓ, പെട്ടു. എങ്ങനെ ഇരിക്കണ്? ഓയ്യോ, എടെ ഉന്നം മാറിപ്പോയി. വേഗം പോയി അവിടെ നിന്ന് ഇതെടുക്കണം. ആമോ ഞാൻ കണ്ടിട്ടുണ്ടല്ല, ഞാൻ കണ്ടു വച്ചേക്കാം. ഓടിക്കോ, മേളിലേക്ക് പോയിക്കോ. ഗ്രാനിനെ നമുക്ക് പിന്നെ തട്ടാം. ആ, നീ എന്താ വന്നതല്ല ഗ്രാനി? കൊടുക്കണ്ടേ തള്ളച്ചി? നമുക്കിനി പോവാട്ടെ വേഗം മേളിലേക്ക്. ഓ, ഞാൻ കാക്കേനെയും കൂടി കൊന്ന്. നമുക്കിനി സത്യം പറഞ്ഞാൽ ഇത്തിരി ഉള്ളൂ. നമ്മൾ കളി ജയിച്ചു. അങ്ങനെ പറയാൻ പറ്റൂല. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ആയുണ്ട്. തോക്ക് പോയി 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 എവിടെ ഓടിപ്പോയി തോക്ക് എടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഗ്രാൻഡ് പേടയിൽ കണ്ണ് കിട്ടിയ പറയണ്ട, ചത്തു. ഗ്രാൻഡ് പേടയിൽ കണ്ണ് കിട്ടിയാൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഓ, എവിടെ സ്പീഡാക്ക്. ഞാൻ തൊട്ട് നോക്കിയിരിക്ക. ഇപ്പൊ തന്നെ ഗ്രാൻഡ് പേ കയനേറ്റുണ്ടാവും. ഓടിപ്പോയി ഷെഡിക്ക് ഞാൻ അവിടെ ഡ്രോപ്പ് ആക്കിയുണ്ട്. എടേ എന്തുട്ട് ഇരിക്കണേ, വേഗം പോയി എന്തുട്ട് നോക്കിയിരിക്ക. ഷെഡിക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഷെഡിക്ക് അവിടെ ഇട്ടുണ്ട് കേട്ടാ. ഇവിടെ ഇല്ലൊരു ഉണ്ടാ. യെസ്, ആരോ വന്നുണ്ട്, ആരോ വന്നുണ്ട്. ഇനി ഒരു പ്രാവശ്യം ഗ്രാൻഡ് പേനെ തട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ജനറേറ്റർ കേബിൾ എടുക്കണം. അയ്യോ, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ക്രാഡ് വീല്. അത് ഒപ്പിക്കാം നമുക്ക്. അതിക്ക് മുൻപ് ആ ജനറേറ്റർ കേബിളിന് ഒപ്പിക്കണമെങ്കിൽ ഗ്രാൻഡ് പേനെ ആദ്യം തട്ടണം. ഗ്രാൻഡ് പേനെ തട്ടിയാൽ മതി, സിമ്പിളാ. ഇവിടെ ഉണ്ട് ഇനി ആൻഡ്രേ ഓർമ്മയുണ്ട്. ഇതെങ്കിൽ ഇത് ഉള്ളത് വെച്ച് നമുക്ക് പോവാം. ഗ്രാൻഡ് പേ ഒരുമിച്ച് വന്ന സമയത്ത് നമുക്ക് തീർക്കണം രണ്ടെണ്ണത്തിന്. അന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ജനറേറ്റർ കേബിൾ എടുക്കാം. പിന്നെ എനിക്ക് കണ്ടിട്ട് പ്ലാങ്ക് എടുത്തിട്ട് മേളിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ക്രാഡ് വീല് കിട്ടാൻ സാധ്യതയുണ്ട്. താണ്ട് ഗ്രാൻഡ് പാ ഹേ ഗ്രാൻഡ് പാ, ബൈ ഗ്രാൻഡ് പാ. എടി ഉന്നം മാറിപ്പോയിടേ ഉണ്ടാ. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ഒക്കെ നേരത്തെ കരുതി വയ്ക്കണമെന്ന്. ഇനിയിപ്പോൾ ഗ്രാനിനും കൂടി വിളിച്ചാൽ മതി. ഗ്രാനി ഇപ്പോൾ ഏത് വഴിക്കൂടെ വരാണാവും. അപ്പം അതാണ് സംശയം. ഗ്രാനി ഇപ്പോൾ ഏത് വഴിക്കൂടെ വരും? ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഗ്രാനി വേഗം പാടേ, സമയമില്ല. വാ ഗ്രാനിക്ക്, വാ വാ വാ. വടയും ചായ ഞാൻ തരാം. അല്ല, ഉണ്ടംപുരിയും ചായ ഗ്രാനിക്ക്. ബൈ ഗ്രാനി. ഇനി കണ്ണെടുത്തിട്ട് നേരെ താഴേക്ക് വിടാം. സോറി, നേരെ താഴേക്ക് പോട്ടാ. ഗണ്ണെടുത്ത് ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗ്രാൻഡ് പേടെ കണ്ണ് കിട്ടും. പെടും മിക്കവാറും ഞാൻ പെടും. ആ ജനറേറ്റർ കേബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണെടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കണം. ഇവിടെ വെച്ചോ. പ്ലാങ്കും കൂടി കണ്ടുപിടിക്കാണ്ടേ.
ഓക്കെ, ജനറേറ്റർ കേബിളും ഷെഡിങ്ങും വെച്ച് നമുക്ക് ഇപ്പം തന്നെ അത് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഓൺ ചെയ്യാം. പിന്നെ പ്ലാങ്കിൻ്റെ കാര്യം സെറ്റ് ചെയ്യണം. ഓടിക്കോ ഓടിക്കോ. നമ്മളെ ഏകദേശം രക്ഷപ്പെടാറായിട്ടാ. അങ്ങനെയാണെങ്കിൽ സമാധാനം. ഇതെടുത്തേക്കാം. ആമോ. ഓക്കെ, ആമോയല്ല, ഇതെടുത്ത ഭയങ്കര ഉപയോഗമാണ്. ആരൊക്കെയോ വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആക്സിലേറ്റർ തപ്പോലെ നേരെ ഉള്ള. വേഗം പോ. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വേണം. ഗ്രാൻഡ്പ ഗണ്ണെടുക്കണേക്കാളും മുൻപ്, ഗണ്ണല്ല, ഗണ്ണെടുക്കണേക്കാളും മുൻപ് നമുക്ക് എടുക്കണം ഗണ്ണ്. പിന്നെ പ്ലാങ്കും കൂടി എവിടെയാന്ന് നോക്കണം. ഗണ്ണുണ്ടല്ലോ, ഇത് മതിക്കും. ഇനി ഗ്രാൻഡ്പ ഏത് സൈഡിൽ കൂടെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഗ്രാൻഡ്പേനും ഇനിയും തട്ടണം, എന്നിട്ട് പിന്നെ ഗ്രാനീനും തട്ടണം. ഇപ്പം വരോടെ, എനിക്ക് തോന്നണല്ലോ ഇപ്പം വരുമെന്ന്. ഓ, ഗ്രാൻഡ്പ എവിടെയാ? പോയി. അപ്പൂപ്പൻ്റെ വിവരമൊന്നുമില്ല കേട്ടാ. അപ്പൂപ്പനെ തട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് നിർബന്ധമാണ്. വന്നല്ല, പറഞ്ഞില്ല. അപ്പൂപ്പൻ എൻ്റെ ഫേവറേറ്റ്. കാരണം ഞാൻ അപ്പൂപ്പനെ വെടിവെക്കുള്ളൂ. ബായ് അപ്പൂപ്പ. ഇനി കുഴപ്പമില്ല കേട്ടാ. എനിക്ക് എൻ്റെ അടിയിൽ പ്ലാങ്ക് ഉണ്ടാവും. ഞാൻ നോക്കാത്ത സ്ഥലം അടിയിലായിരിക്കുമല്ലോ. ഞാൻ പിന്നെ അടിയിലൊന്നും പോയില്ല. അടിയിൽ പോയി തപ്പിയാളാ ഞാൻ. നമുക്കതും കൂടി ഒന്ന് നോക്കണം. ഗ്രാനി ഉണർന്നുണ്ടാവൂട്ടാ. ഓന് ഗ്രാനിനും കൂടി ഉണ്ടാക്കണമല്ലോ. അടിയിൽ വേഗം പോയി തപ്പണം. ഷടപടേ നയിക്കണം. പ്ലാങ്ക് ഉണ്ട്. ഓടിക്കോ, പോടേ. ഗ്രാനി മിക്കവാറും ഇപ്പം തന്നെ വരും. ഇല്ല, പ്ലാങ്ക് കിട്ടിയണ്ടേ. ഗ്രാനി വന്നേക്കാളും മുൻപ്. ഷടപടേ നയിക്കണേ. പറഞ്ഞില്ല. ഞാൻ അപ്പോഴത്തേക്ക് ആ വെപ്പൺ അവിടെ ഡ്രോപ്പ് ചെയ്തടേ. പണി കിട്ടി. ഗ്രാനി അങ്ങടേക്ക് പോട്ടെ. ഓടിപ്പോ. ഗ്രാനീനെ പറ്റിക്കാം ഈ പ്രാവശ്യം. ഇതാണ്ടേ വന്നു. എടേ, ഗ്രാൻഡ്പയ്ക്ക് ഇപ്പം തന്നെ വെപ്പം കിട്ടും. വേഗം പോ. ഓടിക്കോ. ഗ്രാൻഡ്പയ്ക്ക് വെപ്പം കിട്ടണേക്കാൾ മുൻപ്. ഗണ്ണ് ഇവിടെയാ. കുഴപ്പമില്ല, ഗണ്ണ് ഉണ്ട്. അവിടെ ഗ്രാൻഡ്പ ഇപ്പം തന്നെ ഉണർന്നുണ്ടാവും. എല്ലാവരും കൂടി മിക്കവാറും എന്നെ തട്ടും. ഇല്ല. ഗ്രാൻഡ്പ ഇവിടെ അല്ലാന്ന് തോന്നുന്നു സ്പോൺ ആവണേ. മേളിലായിരിക്കും. പിന്നെ നമുക്ക് അതും കൂടി ഓൺ ചെയ്യണം. ദാണ്ട് ഇത് ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പെടും. സത്യം പറയാം, ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആ ക്രോബാർ എടുത്തുള്ള സ്ഥലത്തായിരിക്കും. ഞാൻ പിന്നെ എവിടെയാണ് ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് അതിനകത്ത് ഉണ്ടാവും. നോക്കാം ഭാഗ്യം അനുസരിച്ച്. കിട്ടിയിടേ, കിട്ടി. രക്ഷപ്പെട്ടു. ഗ്രാൻഡ്പ ഞാൻ പോവാണ്, ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഗ്രാൻഡ്പയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഗ്രാൻഡ്പ സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് വടയും ചായ ഇടയ്ക്ക് തരും. അത് കാരണം കുഴപ്പമില്ല. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിപ്പോഴേ പറയാം. നീ സ്ലോ മോഡ് കുഴപ്പമില്ല. ഇതെങ്കിലും കണ്ട് തീർക്കാലോ. വേഗം പോടെ. ഓടിപ്പോ. ഗ്രാൻഡ്പേനെ ഒരു പ്രാവശ്യം കണ്ടിട്ട് പോയാലോ.
ബായ്. അപ്പം എല്ലാവർക്കും വീട് ഞാൻ കുറേ ദിവസമായി കണ്ടിട്ട്. ഞാൻ വേറൊരു എപ്പിസോഡിലായിരുന്നു ഗ്രാൻഡ്പേനെ കാണുമോ നോക്കാം നമുക്ക് ഇവിടെ വെച്ച്. ഗ്രാൻഡ്പ പുറകെ വരുമോ നോക്കട്ടെ. എങ്ങാനും പുറകെ എന്നാലാ. ഓ വീടിന് ഒരു പ്രാവശ്യം കൊണ്ട് ബായ് കൊടുത്തിട്ട് ഞാൻ പോവാ. ഓക്കേ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടും കൂടി ഫിനിഷ് ആക്കിയിട്ടാ. ഓ സത്യം പറഞ്ഞാൽ ബോട്ട് എങ്ങനെ പാടുന്ന് പറയാൻ പറ്റൂല. ഒരു മീഡിയം ലെവലിൽ നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അത്ര കളിക്കാൻ പറ്റിയ രീതിയിലായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.